എനിക്ക് ഒരുപാട് ഫീൽ ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ പലരും ഈ ഒരു ഫീല് അനുഭവിച്ചിട്ടുണ്ടാവും. എന്തായാലും ഒരു 100 പേര് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 90 പേരും ഈ ഒരു ഫീൽ എന്തായാലും ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ടാവും. എവിടെ നിന്നൊക്കെയോ എപ്പോഴേക്കോ നമ്മൾ പരിചയപ്പെട്ട ചില ഫ്രണ്ട്സ്, ചില സൗഹൃദങ്ങൾ, ചില ആൾക്കാർ നമുക്ക് അവരോട് ചെറിയൊരു ഇഷ്ടം തോന്നും. കാരണം അവരോട് സംസാരിക്കാനും അവരുടെ പ്രസൻസും നമുക്ക് ഒരു രസമുള്ളവരുടെയാണ്. ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും, ഒരു ഹായ് ബൈ ബന്ധങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്ക് അവരൊരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് അവർ നമ്മൾ സംസാരിക്കാതാകുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. എന്തായിരിക്കും റീസൺ? നമ്മൾ എന്തെങ്കിലും ചെയ്തോ? നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ? ചിലപ്പോൾ അതിൽ മൂന്നാമതൊരാളുണ്ടാവാം ഈ നമ്മളുടെ ആ കണക്ഷൻ ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ അകത്തുണ്ടല്ലോ ഈ കുതിത്തിരിപ്പുണ്ടാക്കാൻ. അങ്ങനെ മൂന്നാമതൊരാൾ കയറിയിട്ടാണോ നോർമലി ഒരു ബന്ധമില്ലാഞ്ഞിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് പിന്നോട്ട് വലിയുമ്പോൾ എന്തോ ഒരു സങ്കടം. ആദ്യം ആ കാര്യം ചോദിക്കേണ്ടത് അതിലാരെയാണോ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഒരാളോടാണ്. എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇല്ലാതെ ഒരാളും ബാക്കോട്ട് വലിയില്ല. നമുക്ക് അത്രയും സ്പേസ് തന്ന ഒരാളായിരിക്കും ചിലപ്പോൾ നമ്മളൊരു മെസ്സേജ് അയക്കുമ്പോഴേക്കും, നമ്മളൊരു പോസ്റ്റ് ഇടുമ്പോഴേക്കും ഒക്കെ നമ്മൾ ഫുൾ ടൈം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് നമ്മുടെ മെസ്സേജ് സീൻ ചെയ്തിട്ട് റിപ്ലൈ തരുന്നില്ല, ഒരു റിയാക്ഷനും ഇല്ലാതാകുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ അവർക്ക് നമ്മളോട് ഒരു ദേഷ്യമോ പ്രശ്നം എന്തോ ഉണ്ടെന്ന്. അതെന്താണെന്ന് അറിയാൻ നിൽക്കുമ്പോൾ നമ്മൾ വല്ലാതെ അങ്ങ് ഡൗണോ. നമ്മളപ്പം അവരുടെ കൂടെയുള്ള മൊമെന്റ്സ് ആലോചിക്കും. ആ മൊമെന്റ്സിൽ അവർക്കെതിരെയായിട്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. ആ തോന്നൽ നമ്മളെ വല്ലാതെ അങ്ങ് ഇറിറ്റേറ്റ് ചെയ്യും. പിന്നെ എന്തുകൊണ്ടാണ് ആ ഒരു റിലേഷനിൽ ആ ഒരു ഇതിന് ഇത്രത്തോളം പ്രശ്നം വന്നതെന്ന് നമുക്കിങ്ങനെ തോന്നിക്കൊണ്ട് ഇറിറ്റേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പം ഏതൊരു സൗഹൃദമായാലും എന്ത് ബന്ധമായാലും ഈ മൂന്നാമതൊരാൾ അതിൻ്റെ അകത്ത് തലയിടുമ്പോഴാണ് അത് വലിയ പ്രശ്നമാകുന്നത്. നമുക്കൊരാളോടൊരു കുറച്ചെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ജസ്റ്റ് ഒരു ഫ്രണ്ടായിട്ടെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, നമുക്ക് അവരെന്തെങ്കിലും നെഗറ്റീവ് ചെയ്തതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് അവരെ മുഖത്ത് നോക്കി ചോദിക്കാം. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, കഴിഞ്ഞു, എന്നിട്ട് ക്ലോസ് ചെയ്യണം. അല്ലാതെ ബാക്കി ഒരാൾ പറയുന്നത്, ചിലപ്പോൾ നിങ്ങളെ കൊണ്ട് ഒരുപാട് കാലമായിട്ടുള്ള ആൾക്കാരായിരിക്കാം, അവർ പറയുന്ന ആ ഒരു ബേസിന്റെ മുകളിൽ ചിലപ്പോൾ ബാക്കിയുള്ളവർ സംശയിക്കുന്നതായിരിക്കാം. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് കുറച്ച് ദിവസം നമുക്ക് തന്ന ആ ഒരു, അല്ലെങ്കിൽ നിനക്ക് തന്ന ഒരു വാല്യൂ നിനക്ക് മാത്രമുള്ളതാണ്. ആ ഒരു വാല്യൂവിനെ അതിനെ റെസ്പെക്റ്റ് ചെയ്യണം. അതിനെ വില കുറച്ച് കാണരുത്. കാരണം അതിങ്ങനെ എല്ലാവർക്കും കിട്ടുന്നൊരു സാധനമല്ല. ലൈഫ് ഇത്രയേ ഉള്ളൂ, പറയാൻ പറ്റില്ല. ഇപ്പം നമ്മളോട് ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ഒരാൾ നമ്മളെ കൂടെ ഉണ്ടാവും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളെ കൂടെ നിന്നിട്ടുള്ള ഒരാളെ ഒരു കാരണമില്ല വെറും സംശയത്തിന്റെ പേരിൽ തട്ടിത്തെറിപ്പിക്കാതിരിക്കുക. കാരണം അത് മിസ് ചെയ്യുന്ന ചിലപ്പോൾ ലൈഫിൽ ഏറ്റവും വലിയ ഒരാളെ ആയിരിക്കും. അനുഭവം കൊണ്ട് ഒരു കാരണം ഇന്നും എനിക്ക് മനസ്സിലായിട്ട് പലപ്പോഴും ഞാൻ ചില സാഹചര്യങ്ങൾ അനുഭവിച്ചൊരു കാര്യം. അത് എന്താണ് റീസൺ എന്ന് അറിഞ്ഞാണെങ്കിൽ ഉണ്ടോ ഇല്ലയോ നമുക്ക് അന്ന് പ്രൂവ് ചെയ്യിക്കാനെങ്കിലും പറ്റും. അത് സംശയമായിട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാനെങ്കിലും പറ്റും എന്താന്നുള്ളത്. ഇതൊന്നും പറയാതെ പൊട്ടരെ പോലെ ഇരിക്കാന്ന ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയും വെച്ചാൽ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ അല്ലേ?